അപ്പോൾ 2024 ഇവിടെ തീരാൻ പോകുകയാണ്. ബിസിനസ്മാൻ എന്നുള്ള നിലയ്ക്ക് ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസൊല്യൂഷൻസ് വെക്കുക എന്നുള്ളതല്ല, പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രിപ്പയർ ആവുക എന്നുള്ളതിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ റബി പാറക്കൽ, ഫൗണ്ടർ ഓഫ് ബ്രാൻഡ് മന്ത്ര. നമ്മൾ ഈ ചാനലിൽ കസ്റ്റമർ സൈക്കോളജി റിലേറ്റഡ് ആയിക്കൊണ്ട്, ബിസിനസ് ബിൽഡിംഗ് റിലേറ്റഡ് ആയിക്കൊണ്ട് ഉള്ള വീഡിയോസും ഇൻസൈറ്റ്സുകളൊക്കെ ഡിസ്കസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 കടക്കുമ്പോൾ ആസ് എ ബിസിനസ്മാൻ നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷനാണ് കാണേണ്ടത് എന്നുള്ളതാണ്. കാലത്തിനൊത്ത് മാറുക എന്നുള്ളത് ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോന്നിലേക്ക് നോക്കാം. ഒന്നാമതായിട്ട് അഡോപ്റ്റ് കസ്റ്റമർ സെൻട്രിക് ടെക്നോളജി എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടെക്നോളജി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ വരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം കസ്റ്റമർ സൈക്കോളജി എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പോയിന്റ്. അത് ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള ചെറിയ സിസ്റ്റമെങ്കിലും നമ്മളെ ബിസിനസ്സിലേക്ക് കടത്തുക എന്നുള്ളത് ഈ ഒരു വർഷത്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വലിയ വലിയ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല ഐഡിയ അല്ല. പലപ്പോഴും ഒറ്റയടിക്ക് തീരെ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാത്തൊരു ബിസിനസ്സിൽ വലിയ സിസ്റ്റംസ് കൊണ്ടുവരാന്നുള്ളത് ഒരിക്കലും നല്ലൊരു മാർഗ്ഗമല്ല. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് കാര്യം എന്ന പോലെ തന്നെ ടെക്നോളജിൻ്റെ കേസിലും ചെറിയ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ തീരെ ടെക്നോളജി ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ചാറ്റ് ബോട്ട്സുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇനീഷ്യലി. ചാറ്റ് ബോട്ട്സുകൾ പലതരത്തിലുണ്ട്. വാട്സപ്പ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ നമുക്കറിയാം വാട്സപ്പാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സും വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്വിക്കായിട്ടുള്ള റെസ്പോൺസുകൾ കിട്ടും. നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യപ്പെടും. ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളെ പറ്റി അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയും പറഞ്ഞു കേട്ടിട്ടോ നമ്പറൊക്കെ തപ്പിയെടുത്തിട്ട് നമ്മളെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു ശനിയാഴ്ചയൊക്കെയാണ് വിചാരിക്കുക. അപ്പോൾ നമ്മളെ സ്റ്റാഫ് അന്ന് ലീവ് ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ അന്ന് ലീവ് ആവാൻ പോവുകയാണ് ശനിയാഴ്ച രാത്രിയൊക്കെ ആണെങ്കിൽ, പിന്നെ ആ സ്റ്റാഫ് പിന്നെ തിങ്കളാഴ്ച ആയിരിക്കും അവർക്ക് റിപ്ലൈ കൊടുക്കുക. നമ്മളാണെങ്കിലും ചിലപ്പോൾ ഞായറാഴ്ച അങ്ങനെ നോക്കണമെന്നില്ല, തിങ്കളാഴ്ചത്തേക്കായിരിക്കും റിപ്ലൈ കൊടുക്കുക. ഇനി അതൊന്നുമല്ല, വർക്കിംഗ് ഡേ ആണെങ്കിൽ തന്നെ എപ്പോഴും നമ്മൾ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. നമ്മളെ സ്റ്റാഫും ചിലപ്പോൾ ചില സമയത്തൊക്കെ ലാഗായി പോകാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ അല്ലെങ്കിൽ കുറേ മെസ്സേജ് വരുന്ന സിനാരിയോയിലൊക്കെ നമുക്കൊരിക്കലും ഓരോന്നിനെ സ്പോട്ടിൽ ഇങ്ങനെ റിപ്ലൈ കൊടുത്തതാക്കുക എന്നുള്ളത് എപ്പോഴും പോസിബിൾ ആണെന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ബിസിനസ്സിൽ ചാറ്റ് ബോട്ട്സുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. കാരണം ടെക്നോളജി അത്ര ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ സിസ്റ്റം, നമ്മളുടെ ബിസിനസ്സിൻ്റെ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഏത് രൂപത്തിലാണ് ഇപ്പോൾ കസ്റ്റമർ ചാറ്റ് ബോട്ടിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ കസ്റ്റമേഴ്സ് ഏത് രൂപത്തിലാണ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, എങ്ങനെ ഏത് രൂപത്തിലാണ് നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. വെറുതെ ചാറ്റ് ബോട്ട് അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതല്ല, നമുക്ക് കൃത്യമായിട്ടൊരു ഫ്ലോ ഉണ്ടായിരിക്കണം. ആ ഫ്ലോയിന് ശേഷം നമ്മൾ ചാറ്റ് ബോട്ട്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഫ്ലോ ചാറ്റ് ബോട്ടിലൂടെ ഓട്ടോമേറ്റഡ് ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കസ്റ്റമർ സെൻട്രിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ്സിനെ ടെക്നോളജിക്കലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ CRMs ആണ്. CRM നമുക്ക് കേട്ടിട്ടുണ്ടാവും, കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസുകളാണ്. അതും ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. ഇപ്പോൾ ഇനീഷ്യലി തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഗൂഗിൾ ഷീറ്റിൽ ഓരോ കസ്റ്റമറിൻ്റെയും പേരും ആ ഏത് രൂപത്തിലാണ് നമ്മളെടുത്ത് വന്നെന്നുള്ളതും, എന്തൊക്കെ പ്രൊഡക്റ്റാണ് നമ്മുടെ അടുത്ത് വാങ്ങിയിട്ടെന്നുള്ളതും, ആളുടെ ഒരു റിവ്യൂ എന്താണെന്നുള്ളതും ഒക്കെ നമ്മൾ രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം അതേ കസ്റ്റമർ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലോയൽറ്റി മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരേ കസ്റ്റമർ തന്നെ വീണ്ടും വരുന്ന സമയത്ത് ആ കസ്റ്റമറിൻ്റെ ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില കേസസിലൊക്കെ എന്തുണ്ടാവും, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റാണെന്ന് വിചാരിക്കാം, സൂപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് ഡെലിവറി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ സമയവും ആ കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് ഡെലിവറി അഡ്രസ്സ് ഏതാണെന്നുള്ളത് ചോദിക്കുക, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ അതൊരു ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ CRM സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മളെടുത്ത് ആളുടെ ഡാറ്റ ഉണ്ട്, ആളുടെ വീടിൻ്റെ അഡ്രസ്സ് ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കറിയാം ഇന്ന സ്ഥലത്തല്ലേ, ഞാൻ കൊണ്ടേ കൊടുത്തോളൂ കേട്ടോ എന്ന് പറയുന്ന സമയത്ത് കസ്റ്റമറിൻ്റെ റിലേഷൻ, CRMലെ CR ഉണ്ടല്ലോ, ആ റിലേഷനാണ് നമ്മളോട് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്തരത്തിലൊക്കെ ടെക്നോളജിക്കലായിട്ടുള്ള ചെറിയ ഇവിടെ ഒന്നും സോഫ്റ്റ്വെയർ അല്ല, ജസ്റ്റ് എക്സൽ ഷീറ്റ് വെച്ചിട്ട് ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് ആണ്. അപ്പോൾ ഇത്തരം സിസ്റ്റംസ് നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവന്നില്ലെങ്കിൽ, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, ചെറിയ ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ചിലപ്പോൾ അടുത്ത കാലങ്ങളിൽ ചിലപ്പോൾ സർവൈവ് ചെയ്യണമെന്നില്ല. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിൽ ചെറിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തതായിട്ട് സൈക്കോളജി ഓഫ് പ്രൈസിങ് മാസ്റ്റർ ആവുക എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രൈസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ നമുക്ക് പ്രൈസിങ് ഇടാം. നമ്മുടെ ബിസിനസ്സിൽ സർവീസൊക്കെ നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് സർവീസസ് ഉണ്ടാവും. ആ ലെവൽ അനുസരിച്ച് ഒരേ സർവീസ് തന്നെ ഒരു ടയർ 1 ഉണ്ടാവും, ടയർ 2 ഉണ്ടാവും, ടയർ 3 ഉണ്ടാവും. അഥവാ ഒരു ബേസിക് ലെവലിൽ നമ്മൾ ആ സർവീസ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ആ സർവീസ് കൊടുക്കുന്നുണ്ടാവും. ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ.
പിന്നെ പ്രീമിയം ലെവലിൽ ചിലപ്പോൾ നമുക്ക് നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാ കേസിലും ഒരു 3 ടൈപ്പ് ഓഫ് സർവീസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ സൈക്കോളജി ഓഫ് പ്രൈസിങ്ങിൽ ഒന്നാമത്തത്. ഈ ഡിക്കോയ് പ്രൈസിംഗ് എന്നുള്ളത് അത്തരത്തിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സർവീസ് മാത്രമാണെന്നില്ല, പ്രൊഡക്റ്റിൻ്റെ കേസിലൊക്കെ ഉണ്ട്. പ്രൊഡക്റ്റിൽ ആണ് പൊതുവേ ഈ ഡിക്കോയ് പ്രൈസിങ്ങിൽ ഒരു ഉദാഹരണമായിട്ട് പറയാറുള്ളത്. ഇപ്പോൾ നമ്മളൊരു പോപ്കോൺ, ഇപ്പോൾ ഒരു തിയേറ്ററിലൊക്കെ പോയിട്ട് പോപ്കോൺ വാങ്ങുന്ന സമയത്ത് പല സൈസിലുള്ള പോപ്കോൺ ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും ചെറിയ സൈസിലുള്ള പോപ്കോണിന് ഇപ്പോൾ ഒരു 70 രൂപയാണെന്ന് വിചാരിക്കാം, ചെറിയ സൈസുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ആവറേജ് ടൈപ്പ്, കുറച്ചൊരു മിഡിൽ ടൈപ്പ് ഇതിൻ്റെ പോപ്കോണിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ആണെന്ന് വിചാരിക്കാം. പിന്നെ ടോപ്പിലുള്ള പോപ്കോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 110 ആണെങ്കിൽ അല്ലെങ്കിൽ 120 ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം തോന്നുക ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ചിലപ്പോൾ തീരെ തികയില്ല. അപ്പോൾ ഇതിനെക്കാട്ടി ഇത് വേണം നമുക്ക് തോന്നും. അപ്പോൾ ഇത് വാങ്ങണക്കാട്ടി ലാഭം ഇതല്ലേ എന്നുള്ളൊരു തോന്നൽ വരും. ഇതിനാണ് നമ്മൾ ഡിക്കോയ് പ്രൈസിംഗ് എന്ന് പറയുക. പല തരത്തിലുള്ള സൈക്കോളജീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ തരത്തിൽ എന്ത് ചെയ്യണം, നമ്മളെ പ്രൊഡക്റ്റിലും നമ്മളെ സർവീസിലും പ്രൈസിങ് ഇടുന്ന സമയത്ത്, സർവീസസിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസുകൾ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ്. പിന്നെ പ്രൈസ് ബ്രാക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മൾട്ടിപ്പിൾ പ്രൈസിംഗ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഏറ്റവും കൂടിയ പ്രൈസിംഗ് പറഞ്ഞിട്ട് പിന്നെ ചെറിയ പ്രൈസിംഗ് പോകുന്നതാണ്. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചോളം അവരുടെ മൈൻഡിൽ പോപ്കോണിന് 120 രൂപയാണ് എന്നുള്ളത് ഫിക്സായി. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് എന്നാൽ നമുക്ക് 100ൻ്റെ പോപ്കോൺ ഉണ്ട്, 100 അപ്പോൾ നമുക്ക് ലാഭമാണല്ലോ, വലിയ മാറ്റമൊന്നുമില്ല, ക്വാണ്ടിറ്റിയിൽ ചെറിയ മാറ്റമുള്ളൂ എന്ന് കരുതിയിട്ട് ഇതിലേക്ക് വരും. വലിയ ബ്രാൻഡുകളൊക്കെ ഈ പ്രൈസിങ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇത്തരം സൈക്കോളജി ഓഫ് പ്രൈസിങ്ങിലൂടെയാണ്. ഇപ്പോൾ നമുക്ക് കാറിൻ്റെ കേസിലൊക്കെ അറിയാം, പല വേരിയൻസ് ഉണ്ട്. ടോപ്പ് വേരിയൻറ്റിൽ നല്ല പ്രൈസിങ് ഉണ്ടാവും, ചെറിയ ആഡ് ഓൺസ് ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല പ്രൈസിങ് ഉണ്ടാവും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇതല്ലെന്ന് തോന്നിയിട്ട് നമുക്ക് മിഡിൽ പ്രൈസിങ് എടുക്കും. അപ്പോൾ ആ പല തരത്തിലും എന്തുണ്ട്, മുകളിൽ എടുക്കുന്നതും താഴെ എടുക്കുന്നതും ഒക്കെ ആയിട്ട് നമ്മളുടെ കസ്റ്റമറിന് കണക്റ്റ് ആവുന്ന രീതിയിൽ, നമ്മളുടെ പ്രൊഡക്റ്റിന് കണക്റ്റ് ആവുന്ന രീതിയിൽ, നമ്മളുടെ സർവീസിന് കണക്റ്റ് ആവുന്ന രീതിയിൽ ഡിഫറെൻറ്റ് പ്രൈസിങ് ഇട്ടുകൊണ്ട് കൃത്യമായിട്ട് അവരുടെ മൈൻഡിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആക്ച്വലി ഈ സൈക്കോളജി ഓഫ് പ്രൈസിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. പ്രീമിയം കസ്റ്റമേഴ്സിന് ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ടാവും, ഒരു ലെവൽ താഴെയുള്ള കസ്റ്റമേഴ്സിനെ ഇങ്ങോട്ട് വലിക്കുന്നുണ്ടാവും, എന്നാൽ തീരെ ഇല്ലാത്ത കസ്റ്റമേഴ്സ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നമ്മുടെ മെയിൻ പ്രോഫിറ്റ് ചിലപ്പോൾ കിടക്കുക ഇവിടെ ആയിരിക്കും. ഇന്ന് ഒരു തരത്തിലായിരിക്കും ഇതിൻ്റെ ഒരു കേസ് ഉണ്ടാവുക. പല കേസിലും പലതായിരിക്കും. ഞാനൊരു ഉദാഹരണം എന്നുള്ള നിലക്ക് ഈ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. മൂന്നാമത്തതായിട്ട് ബിൽഡ് എ കമ്മ്യൂണിറ്റി, നോട്ട് ജസ്റ്റ് കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു ട്രെൻഡാണ്. ആളുകൾ എപ്പോഴും ഇന്നത്തെ കാലത്ത് ഒരു ഒറ്റപ്പെടലിൻ്റെ കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയയിൽ കുറേ സംഗതികളുണ്ട്, പക്ഷെ റിയൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ല. എപ്പോഴും ആളുകളൊരു എന്തിൻ്റെങ്കിലുമൊക്കെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇവൻറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പുകൾ, സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഒരു ബ്രാൻഡ്, നമ്മളുടെ ഒരു ബ്രാൻഡൊക്കെ ഒരു ബ്രാൻഡ് ലെവലിലുള്ള ഒരു പ്രൊഡക്റ്റും സർവീസൊക്കെ ആണെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സൊക്കെ ഒരേ ടൈപ്പ് ഓഫ് തിങ്കിങ്ങിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു സിസ്റ്റം നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സ് നമ്മളെടുത്ത് നിന്ന് പെട്ടെന്ന് വിട്ടുപോകാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ കസ്റ്റമേഴ്സിന് ഒരു അവസരം കൊടുക്കണം തമ്മിൽ ബിലോങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ബിസിനസ്സിനും ഇത് പോസിബിൾ ആവണമെന്നില്ല, എന്നാലും ചെറിയ തരത്തിൽ ഏത് രൂപത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സിനെ ഒരുമിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നൊരു ടെക്നിക്കാണ് നമ്മൾ മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ഒക്കെ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ബിസിനസ്സാണ്. ഇപ്പോൾ നമ്മളൊരു ഒരു ക്ലയൻറ്റ് ഉണ്ട്, ചോക്കോച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെയൊക്കെ നമ്മളിത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല കേസിലൊക്കെ ഇങ്ങനത്തെ പ്രീമിയം ലെവൽ മെമ്പർഷിപ്പ് പ്രോഗ്രാംസുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രീമിയം ലെവൽ പ്രൊഡക്റ്റും ബിസിനസ്സൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് മെമ്പർഷിപ്പ് പ്രോഗ്രാമുകൾ, ക്ലബ്ബുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു പ്രത്യേക സബ്സ്ക്രിപ്ഷൻ ചാർജ് വരെ വെക്കാൻ പറ്റും. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് നമ്മൾ പുതിയ പ്രൊഡക്റ്റുകൾ എത്തിക്കുക, മന്ത്ലി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ സെഗ്മെൻറ്റിലൊക്കെ ആണെങ്കിൽ പുതിയ അപ്ഡേഷൻസ് ഇവർക്ക് ആദ്യം കൊടുക്കുക. ഇങ്ങനെയൊക്കെ ബെനിഫിറ്റുകൾ ആഡ് ചെയ്തുകൊണ്ട് അതൊരു പ്രിവിലേജ് ആയിട്ട് അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് തോന്നണം. അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്താൽ കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ ഈ മെമ്പർഷിപ്പിൽ നല്ല പ്രൈസ് ഉണ്ടെങ്കിൽ കൂടി ഞാനൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുകയാണല്ലോ എന്നുള്ളൊരു ഉള്ളിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ചിലപ്പോൾ അതിന് ഉണ്ടാവും, പ്രിവിലേജ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിലൂടെ ആളുകളെ ഒരുമിപ്പിച്ച് നിർത്താനും നമ്മളെ ബിസിനസ്സിൽ നിന്ന് പെട്ടെന്ന് അകന്നു പോകാതിരിക്കാനും അതേപോലെ തന്നെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും പറ്റുന്ന ഒരു ടെക്നിക്കാണ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ എൻഹാൻസ് പോസ്റ്റ് പർച്ചേസ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ബിസിനസ്സിൽ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു
സെയിൽസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമറെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ള ലെവലിലാണ്. പക്ഷേ പോസ്റ്റ് പർച്ചേസ് എക്സ്പീരിയൻസിൽ നമ്മൾ നല്ല വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ് ഇമ്പ്രൂവ് ആവും. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ഒരു പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളോട് പറഞ്ഞാൽ മതി എന്നുള്ള ലെവലിൽ നമുക്കൊരു സിസ്റ്റം ഉണ്ട് എന്ന് വിചാരിക്കാം. സപ്പോർട്ടിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ സർവീസ് ബിസിനസ്സിലൊക്കെ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഒരു ഷോപ്പ് ആണെങ്കിൽ വരെ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ വരെ നമ്മളെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന പച്ചക്കറിക്ക് ചിലപ്പോൾ ചില തക്കാളി കേട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അവരെടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു തക്കാളി കേടെന്ന് വെച്ചിട്ട് നമ്മുടെ അടുത്ത് വരുന്നില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളോടൊരു കണക്ഷൻ ബിൽഡ് ആവുകയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സപ്പോർട്ടിലും ഫോളോ അപ്സിലും നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോളജി ഓഫ് റെസിപ്രോക്കസി ഉണ്ടാവും. സൈക്കോളജി ഓഫ് റെസിപ്രോക്കസി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരാളുടെ ചിരിച്ചു കഴിഞ്ഞാൽ ആ ആളെന്ത് ചെയ്യും, തിരിച്ച് ചിരിക്കാൻ ബാധ്യസ്ഥനാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ, നമ്മൾ മൂഡ് ഓഫ് ആയി നടക്കുമ്പോൾ ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സ് ഹാപ്പിയാവും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തിരിച്ച് ചെയ്യണമെന്ന് തോന്നും, എക്സ്ട്രാ ചെയ്യണമെന്ന് തോന്നും. ഇപ്പം നമ്മൾ വെറുതെ ഒന്നും കൂടെ നന്നായി ചിരിക്കും, അല്ലെങ്കിൽ പോയി കൈ കൊടുക്കും, എന്തൊക്കെയുണ്ട് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമല്ലോ. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നടന്നു പോകുമെന്ന് വിചാരിക്കാം. അപ്പോൾ ആരെങ്കിലും ഒരു സാമ്പിൾ പ്രൊഡക്റ്റ് നമുക്ക് തന്നു വിചാരിക്കുക, ഇപ്പം എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും സാമ്പിളായിട്ട് തന്നു വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആളടുത്ത് നല്ലൊരു ചിരിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആളടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് തോന്നും. കാരണം എന്താ വെച്ചാൽ ഇങ്ങോട്ടൊരു ഫേവർ ചെയ്തു, അപ്പോൾ അങ്ങോട്ടൊരു ഫേവർ ചെയ്യണം എന്ന് തോന്നും. അതേപോലെ നമ്മളെ കസ്റ്റമേഴ്സ് അഥവാ ഹാപ്പി കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് നമ്മൾ സൈക്കോളജിക്കലായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ CRM കാര്യമൊക്കെ പറഞ്ഞു, അങ്ങനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ അത്രയും ഇമോഷണലി കണക്റ്റഡ് ആവും. അവർ തിരിച്ചെന്തെങ്കിലും ഫേവർ ചെയ്യാൻ ആഗ്രഹിക്കും. അങ്ങനെ അവർ കൂടുതൽ കസ്റ്റമേഴ്സിനെ റെഫർ ചെയ്യും. അപ്പോൾ അപ്സെല്ലിങ് നടക്കും. അതേപോലെ തന്നെ റെഫറിങ് നടക്കും. പുതിയ കസ്റ്റമേഴ്സിനെ അക്വിസിഷൻ ചെയ്യാൻ പറ്റും. പുതിയ കസ്റ്റമറിനെ നമ്മൾ ഇതിലേക്ക് എത്തിക്കാൻ ഒരു കോസ്റ്റ് ഉണ്ട്, ആ കോസ്റ്റോടെ കട്ട് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് നമ്മളെ കസ്റ്റമേഴ്സിനെ വേർഡ് ഓഫ് മൗത്തിൽ പുതിയ കസ്റ്റമേഴ്സിനെ നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത് പോസ്റ്റ് പർച്ചേസ് എക്സ്പീരിയൻസിൽ നല്ല രീതിയിൽ നമുക്ക് ഈ കൊല്ലം വർക്ക് ചെയ്യാം. ഓക്കെ, അല്ലെ വരുന്ന കൊല്ലം വർക്ക് ചെയ്യാം. ഈ കൊല്ലം കഴിയാറായി. ലിവറേജ് ഇമോഷണൽ ബ്രാൻഡിങ്. നമ്മൾ ബിസിനസ്സിനൊക്കെ ഒരു ബ്രാൻഡിങ് ഉണ്ട് അല്ലേ, ഒരു ബ്രാൻഡ് ഉണ്ട്. നമ്മുടെ ബിസിനസ് ശരിക്കും ഒരു ബ്രാൻഡാണ്. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണലൈസേഷൻ സംഭവിക്കണം. ബിസിനസ് ഒരു മനുഷ്യനായിട്ട് മാറണം, അല്ലെങ്കിൽ ഒരു പേഴ്സണായിട്ട് മാറുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. ഓരോ കോമ്പറ്റേറ്റേഴ്സും മറ്റ് പേഴ്സൺസാണ്. അപ്പോൾ ഈ പേഴ്സൺസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിക്കൊണ്ട് നമ്മളെ പേഴ്സൺസിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം. ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് പലപ്പോഴും ലോഗോ, ഡിസൈൻ, അതേപോലെ തന്നെ കളർ തീം, ടെക്സ്റ്റ്, ഇത്ര സാധനങ്ങളൊക്കെയാണല്ലോ പറയാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഐഡൻറ്റിറ്റി ഒരു സ്റ്റോറി ടെൽ ചെയ്യണം. ഒരു സ്റ്റോറി ടെൽ ചെയ്യേണ്ട തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രാൻഡിനെ മാറ്റണം. എന്തിനാണ് ഈ സ്റ്റോറി ടെൽ ചെയ്യണ ആവശ്യം? വെറുതെ ഒരു ഡിസൈൻ പോലെ അല്ല. സ്റ്റോറി ടെൽ ചെയ്യുമ്പോഴാണ് അത് ആളുകളുടെ ഇമോഷൻസിനെ ടാപ്പ് ചെയ്യുക. നമ്മളെ ബ്രാൻഡ് അഥവാ നമ്മളുടെ ഐഡൻറ്റിറ്റി ഒരു ആളെ, നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഒരു ഇമോഷൻ, ഒരു സ്പെസിഫിക് ഇമോഷൻ, എല്ലാത്തരം ഇമോഷൻസ് എന്നല്ല. ഓരോ ബ്രാൻഡിനും ഓരോ ബ്രാൻഡ് ഐഡന്റിറ്റി ഉണ്ട്, ബ്രാൻഡ് പെർസോണ ഉണ്ട്, ബ്രാൻഡിന്റെ പൊസിഷനിങ് ഉണ്ട്. അതൊക്കെ അലൈൻ ചെയ്യുന്ന ഒരു ഇമോഷൻ ഉണ്ടാവും. നമ്മുടെ ഫീച്ചേഴ്സിന് അപ്പുറത്തേക്ക് ഇമോഷണൽ ബെനിഫിറ്റുകൾ ഉണ്ടാവും, ഫങ്ഷണൽ ബെനിഫിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇമോഷണൽ ബെനിഫിറ്റുകളിലൂടെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഇമോഷൻ ഉണ്ടാവും. ആ ഇമോഷൻ ടാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറി നമ്മളുടെ ബ്രാൻഡ് ഐഡന്റിറ്റി പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഇമോഷണൽ ബ്രാൻഡിങ് നടക്കും. ആളുകളായിട്ടും ഒരു ഇമോഷണൽ കണക്ഷൻ നടക്കും. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മളൊരു മാർക്കറ്റിങ്ങിലൊക്കെ ഒരുപാട് പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ സ്പെൻഡിങ് നിർത്തി കഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് നിർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ സെയില് ഡൗൺ ആവുന്ന ഒരു സിനാരിയോയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുക നമ്മൾ ആ സ്പെസിഫിക് ആളുകളായിട്ട് ഒരു ഇമോഷൻ കണക്ഷൻ വരുന്നപ്പോഴാണ്. അപ്പോൾ മാർക്കറ്റിൽ കുറേ ടീമുകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ പ്രൈസിങ്ങിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മളുമായിട്ടൊരു കണക്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് തന്നെ വീണ്ടും പർച്ചേസ് ചെയ്യാനും നമ്മളായിട്ടുള്ളൊരു ലോങ് ടേം റിലേഷൻഷിപ്പിന് അവർ ആഗ്രഹിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് 5 കാര്യങ്ങളാണ്. ഈ 5 പോയിന്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ബിസിനസ്സിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒറ്റയ്ക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളൊരു അവബോധം ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ അത് ബേസ് ചെയ്തിട്ടൊക്കെ പഠിച്ച് നമ്മളെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് വർക്കാവുക എന്നുള്ളത് നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആസ് എ ബിസിനസ്മാൻ ഈ ഒരു ന്യൂ ഇയറിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഫർദർ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ പരിചയത്തിലുള്ള ബിസിനസ്മാൻസ് അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ കമൻറ്റിൽ അറിയിക്കുമല്ലോ. ബിസിനസ്മാൻ എന്നുള്ള നിലയ്ക്ക് പുതിയ വർഷം ഏറ്റവും നല്ല ബിസിനസ് കാഴ്ചവെക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.